ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് നെയ്യമൃതകാർ പുറപ്പെടുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് കാണാം. വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ കാണും എന്ന പ്രതീക്ഷയിൽ പോകാം നമുക്ക് വീഡിയോയിലേക്ക്. വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. നമ്മളിപ്പോൾ ഉള്ളത് മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്താണ്. നമ്മളിനി ഇവിടെ കാണാൻ പോകുന്നത് നെയ്യമൃത സംഘങ്ങൾ ഇവിടെ വന്നു ചേരുകയും ഇവിടെ നിന്ന് കൊട്ടിയൂർ ഭഗവാന്റെ സന്നിധിയിലേക്ക് നെയ്യമൃത സംഘങ്ങൾ പുറപ്പെടുകയും ചെയ്യുന്ന കാഴ്ചകളാണ്. വീഡിയോ കാണുന്ന നിങ്ങളോട് ആദ്യമേ ഒന്ന് പറയട്ടെ, ഞങ്ങൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളുടെ എല്ലാ വീഡിയോകളും വളരെ മനോഹരമായി ചിത്രീകരിച്ച് അതിന്റെ ആധ്യാത്മിക ചൈതന്യം ഒട്ടും നഷ്ടപ്പെടാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. വീഡിയോ കാണുന്ന നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. പുരാതനമായ ഭഗവതി ക്ഷേത്രം കൂടിയാണ് ചപ്പാരം ഭഗവതി ക്ഷേത്രം. സപ്തമാതൃപുരം എന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രം ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശാനുസരണവും ശ്രീ പരശുരാമ കൽപ്പസൂത്രത്തിലെ പൂജാ പദ്ധതികളോടെയും യാന്ത്രികമായി പ്രവർത്തിച്ചു വരുന്ന ക്ഷേത്രം കൃതയുഗത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് പറയുന്നു. ആദിശങ്കരൻ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ദേവിയെ ശ്രീ ചക്രസ്ഥാനം ചെയ്ത് പൂജിച്ചതായും പറയപ്പെടുന്നു. ആദിശങ്കരൻ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിലെ ശ്രീചക്ര മണ്ഡപത്തിൽ സരസ്വതി സാന്നിധ്യവും ആദിശങ്കര സാന്നിധ്യവും ഉള്ളതായി കരുതപ്പെടും. നിരവധി ആചാരാനുഷ്ഠാനങ്ങളുടെ കൂടിച്ചേരലാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം. ഹിന്ദുമതത്തിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി പേർ പരസ്പരം ആശ്രയിച്ച് അവരുടേതായ കുലത്തൊഴിലും ആചാരാനുഷ്ഠാനങ്ങളും ഭക്ഷണ പാചക ഭോജന രീതികളും അതേപടി നിലനിർത്തിക്കൊണ്ട് ഒരു ഉത്സവത്തിന്റെ ഭാഗമാകുന്നു. വൈശാഖ മഹോത്സവത്തിലെ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ടതാണ് നെയ്യാട്ടം. അക്കരെ സന്നിധാനത്ത് മണിത്തറയിൽ സ്വയംഭോശിലയിൽ ആദ്യം നടക്കുന്ന അഭിഷേകമാണ് നെയ്യഭിഷേകം. നെയ്യഭിഷേകം കൊട്ടിയൂരിൽ നെയ്യാട്ടം എന്നറിയപ്പെടുന്നു. കൊട്ടിയൂർ അടിയന്തരക്കാർക്ക് എല്ലാവർക്കും എന്ന പോലെ നെയ്യമൃത വ്രതക്കാർക്കും വ്രതകാലം തുടങ്ങുന്നത് പ്രക്കൂഴം മുതലാണ്. അതികഠിനമായ വ്രതനിഷ്ഠകളാണ് നെയ്യമൃത ഭക്തർ അനുഷ്ഠിക്കേണ്ടത്. കുറുപ്പ്, അടിയോടി, നമ്പ്യാർ തുടങ്ങി നായർ സമുദായത്തിന്റെ ഉപവിഭാഗങ്ങളിലെ 16 വയസ്സ് തികഞ്ഞ പുരുഷന്മാർക്കാണ് കൊട്ടിയൂർ നെയ്യമൃത എഴുന്നള്ളിക്കാനുള്ള അനുവാദം ലഭിക്കുന്നത്. ഇരുവനാട്ട് വില്ലിപ്പാലൻ വലിയ കുറുപ്പും കുറ്റിയാട്ടൂർ തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുമാണ് നെയ്യമൃത ജന്മസ്ഥാനം. കുറുപ്പിനും നമ്പ്യാർക്കും നെയ്യമൃത സങ്കേതങ്ങളും നെയ്യമൃത ഇടവകളും ഉണ്ട്. ഇതിൽ നമ്പ്യാരുടെ അധികാര പരിധിയിലുള്ളത് ഇടവകയുടെ അടിസ്ഥാനത്തിലും കുറുപ്പിന്റെ അധീനതയിലുള്ളത് സങ്കേതത്തിന്റെ അടിസ്ഥാനത്തിലും അറിയപ്പെടുന്നു. കുറുപ്പിന്റെയും നമ്പ്യാരുടെയും വ്രതാനുഷ്ഠാന രീതികൾക്ക് അടിസ്ഥാനപരമായി പൊതു സ്വഭാവമാണ്. നെയ്യമൃത വ്രതകാലം 3 ഘട്ടങ്ങളായാണ് അനുഷ്ഠിക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ വ്രതക്കാരന് സ്വന്തം വീട്ടിൽ താമസിക്കുകയും കോടിയേരി കൈലാസ മഠത്തിലെ അന്യര് ഒരു നെയ്ക്കണ്ടി കെട്ടിവെച്ചതാണ്. ആ നെയ്ക്കണ്ടി കെട്ടിവെച്ചത് അവരഴിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇനി ഈ നെയ്ക്കണ്ടിയെല്ലാം ഇവിടെ നിന്ന് അഴിച്ചെടുത്തിട്ട് തലേ ദിവസം വന്നു കഴിയുമ്പോൾ അവർ ഭഗവതീൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്തുകളെല്ലാം ഇത് കെട്ടിവെക്കും. കെട്ടിവെച്ചതിന് ശേഷം അവിടുന്ന് നെയ്ക്കണ്ടി അഴിക്കുന്ന കാഴ്ചകളാണ് രാവിലെ കൊട്ടിയൂരേക്ക് പുറപ്പെടാൻ വേണ്ടിയിട്ട് നെയ്ക്കണ്ടി അഴിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ചപ്പാരത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കൊട്ടിയൂരേക്ക് കൊണ്ടുപോകാനുള്ള നെയ്കളെല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ ഭഗവതീൻ്റെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്ത്, അതിൻ്റെ പുറത്തല്ല അകത്ത് തന്നെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഓരോ ദേശക്കാരുടെയും നെയ്ക്കണ്ടികൾ കെട്ടിവെച്ച കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇത് വ്രതക്കാർക്ക് തനിച്ചോ കൂട്ടം കൂടിയോ ചെയ്യാവുന്നതാണ്. വേറെ വെപ്പ് എന്നും ഈ ഘട്ടത്തിലെ ഭക്ഷണ രീതിയെ പറയാറുണ്ട്.
മറ്റേതെങ്കിലും സ്ഥലത്തോ ഇവർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും. നേർച്ചയായി ഇവർക്ക് ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ നൽകി വരാറുണ്ട്. വ്രതക്കാർ അത് സ്വയം പാകം ചെയ്ത് കഴിക്കുകയും തുടർന്ന് വ്രതക്കാരല്ലാത്തവർക്ക് വിളമ്പിക്കൊടുക്കുകയും ചെയ്യും. പകൽ സമയത്ത് കഞ്ഞിയും രാത്രി ഊണുമാണ് ഇവരുടെ ഭക്ഷണ രീതി. ഇത് നെയ്യമൃത് കഞ്ഞി എന്നും അത്താഴം എന്നും അറിയപ്പെടുന്നു. വിഭവ സമൃദ്ധമാണ് നെയ്യമൃത് കഞ്ഞി. ഇലയും തടയുമാണ് കഞ്ഞി കുടിക്കാൻ ഉപയോഗിക്കുന്നത്. ചക്ക, ചെറുപയർ, വെള്ളരിക്ക, പച്ചമാങ്ങ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള വിഭവങ്ങൾക്ക് പ്രത്യേക പേരുകളുമുണ്ട്. ഉള്ളി, കൃത്രിമ മസാലപ്പൊടികൾ എന്നിവയൊന്നും ഉപയോഗിക്കാറില്ല. നെയ്യമൃത് ഭക്തർ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പെരുമാൾക്കുള്ള നിവേദ്യമായി കണക്കാക്കുന്നതിനാൽ തന്നെ തികഞ്ഞ ഭക്തിയോടെയും നിഷ്ഠയോടെയുമാണ് പാചകം ചെയ്യുന്നത്. നെയ്യമൃത് വ്രതത്തിലെ കഠിനമായ ഭാഗമാണ് 3-ാം ഘട്ടം. ഈ ഘട്ടത്തിൽ സ്വന്തം വീട്ടിൽ നിന്നും മാറി നിൽക്കണം. മുഴുവൻ നെയ്യമൃത് വ്രതക്കാരും വലിയ കുറുപ്പിന്റെയോ മൂത്ത നമ്പ്യാരുടെയോ നിർദ്ദേശപ്രകാരം മഠത്തിലോ സങ്കേതത്തിലോ ഒന്നിച്ചു താമസിക്കുന്നു. ഈ സമയത്തും ഇവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റമില്ല. സ്വയം പാകം ചെയ്ത് കഴിക്കുകയും മഠത്തിലോ സങ്കേതത്തിലോ എത്തുന്നവർക്ക് നെയ്യമൃത് കഞ്ഞിയും അത്താഴവും നൽകുകയും ചെയ്യും. പുരാതന കാലം മുതൽ ഇവിടെ നിലനിന്നിരുന്ന നാട്ടുഭക്ഷണ സംസ്കൃതിയുടെ നേർചിത്രം എന്താണെന്ന് കാണുവാൻ നെയ്യമൃത് കഞ്ഞിയും നെയ്യമൃതുകാരുടെ അത്താഴവും ഒന്ന് രുചിച്ചു നോക്കിയാൽ മതി. അത്തന്നാളിൽ പൊന്നിൻ ശീവേലിക്കൊപ്പം ചപ്പാരം ക്ഷേത്രത്തിലെ പൂജാരിമാരായ വാളാശാന്മാർ നടത്തുന്ന വൈശാഖ മഹോത്സവത്തിലെ അതിപ്രാധാന്യമുള്ള ചടങ്ങാണ്. ഘട്ടത്തിനുള്ള നെയ്യ് പ്രത്യേക വ്രതാനുഷ്ഠത്തോടെയാണ് കൊണ്ടുവരുന്നത്. തറ്റെടുത്ത് ചൂരൽവള കഴുത്തിലണിഞ്ഞ് ചെറിയ തെരികയിൽ നെയ്ക്കുടം തലയിലേറ്റിയാണ് വരുന്നത്. ഇത് സ്വയംഭൂശിലയിൽ ആദ്യം നടക്കുന്ന ചടങ്ങാണ് നെയ്യാട്ടം. രാവിലെ മണത്തണ ചപ്പാരം ക്ഷേത്രത്തിലെത്തിയ നെയ്യമൃത് സ്ഥാനികരും വ്രതക്കാരും ചപ്പാരം ഭഗവതിയെ തൊഴുത് അനുഗ്രഹം വാങ്ങി നെയ്യമൃത് എഴുന്നള്ളിക്കാൻ തയ്യാറായി. ആദ്യമായി നെയ്യമൃത് വ്രതം നോൽക്കുന്ന വ്രതക്കാരെ ഭസ്മം തൊടിയിച്ച് അനുഗ്രഹിച്ചു വേണം കൊട്ടിയൂരിലേക്ക് പറഞ്ഞയക്കാൻ. ഈ പുത്തൻ വ്രതക്കാരെ അതാത് മഠമൂപ്പന്മാരും മറ്റ് സഹവ്രതക്കാരും ചേർന്ന് ശരീരത്തിൽ മുഴുവൻ ഭസ്മം പൂശി. ഇതിനോടകം ജന്മസ്ഥാനികരായ വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്തനമ്പ്യാരുടെയും നേതൃത്വത്തിൽ കലശപാത്രം എഴുന്നള്ളിക്കാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ജന്മസ്ഥാനികരുടെ നേതൃത്വത്തിൽ 2 കലശപാത്രവും കൊട്ടിയൂരിലേക്ക്. വൈശാഖ മഹോത്സവം നടക്കുന്നത് കൊട്ടിയൂരിലാണ് എങ്കിലും അതിനോളം തന്നെ പ്രാധാന്യമുള്ള മറ്റു ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. തെക്കോട്ട് മുഖമുള്ള അത്യപൂർവ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നായ മണത്തണ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രമാണ്. ദക്ഷിണകാശി എന്ന് അറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാക്ഷേത്രവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊട്ടിയൂരിലെ ശിവശക്തി ഭാവങ്ങളിൽ ശക്തിഭാവം കുടികൊള്ളുന്ന ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലാണ്. വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നും ദേവീ ചൈതന്യം കുടികൊള്ളുന്ന വാളുമായി മുഴിയോട്ടില്ലത്തെ നമ്പൂതിരി കൊട്ടിയൂരിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ദുർഘടമായ കാനനപാതകൾ താണ്ടി ഓടിയും നടന്നും തിരുവായുധം കൊട്ടിയൂരിലെത്തുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. നെയ്യമൃത് വ്രതക്കാർ മണിത്തറയിൽ എത്തുന്നതിനു മുന്നേ തന്നെ കാങ്കോൽ ക്ഷേത്രത്തിൽ നിന്നും കാര്യത്ത് കൈക്കോളൻ എഴുന്നള്ളിച്ചെത്തിക്കുന്ന മണ്ണ് മണിത്തറയിലും മുഖമണ്ഡപത്തിലും വിതറിയിരുന്നു. നെയ്യാട്ടം തുടങ്ങേണ്ട സമയം തിട്ടപ്പെടുത്തി കണക്കപ്പിള്ള അടിയന്തര യോഗത്തെ അറിയിച്ചതോടെ സമുദായിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് നാളം തുറക്കാനും നെയ്യാട്ടം നടത്തുവാനും തീരുമാനമെടുത്തു. പടിഞ്ഞിറ്റയുടെ നേതൃത്വത്തിൽ ഉഷാകാമ്പ്രം, പന്തീരടി കാമ്പ്രം, പനയൂർ തുടങ്ങിയ സ്ഥാനികർ കൂർപ്പിച്ച മുളച്ചീന്തുകൾ ഉപയോഗിച്ച് നാളം തുറക്കാൻ ആരംഭിച്ചു. സ്വയംഭൂശിലയെ മൂടിയ അഷ്ടബന്ധം പുറത്തെടുത്ത് നാളം വൃത്തിയാക്കിയതോടെ തൃക്കടാരി സ്ഥാനികൻ നാളത്തിൽ മുളം പാത്തിവെച്ച് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. ഈ സമയം കാര്യങ്ങൾ വിലയിരുത്തുന്ന കണക്കപ്പിള്ള നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സമുദായിയെ അറിയിച്ചു. തുടർന്ന് നെയ്യാട്ടത്തിനുള്ള രാശി വിളിച്ചു. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാവർക്കും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ നെയ്യാട്ടവും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും
മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.